ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പോൾ ലൈവിന്റെ അപ്ഡേറ്റുകളാണ് കുറച്ച് മുമ്പ് നടന്ന ഒരു കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ആദിൽ അനീഷിന്റെ അടുത്ത് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ തനി ചെറ്റത്തരം എന്ന് തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അതേപ്പറ്റി വീഡിയോയും ഇട്ടതാണ്. അതേപ്പറ്റി നിങ്ങൾ പ്രേക്ഷകർക്കും എല്ലാവർക്കും തന്നെ അറിയാം എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നാൽ ഇപ്പം ആദിലയോടൊപ്പം നൂറയും പയ്യെ സൈഡ് പിടിച്ച് അനീഷിനെതിരെ ഭയങ്കര മോശമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അനീഷിനെ പ്രൊവോക്ക് ചെയ്യാനും അനീഷിന്റെ ഗെയിമുകളിൽ തടസ്സം നിൽക്കാനും എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെതിരെ ഒരു തടസ്സങ്ങളായിട്ടും വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ അനീഷിനെതിരെ ഇവർ രണ്ടും കൂടി ചേർന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ദിവസങ്ങളിലായിട്ട്. ഇത് എടുത്തു പറയാൻ കാരണം ഇന്ന് നടന്ന ആ ഒരു ബോട്ടിൽ ടാസ്കിനിടയിൽ നമ്മളെല്ലാവരും കണ്ടതാണ് എന്താണ് നടന്നത് എന്ന്. ആ ഒരു അനീഷ് ആ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന ടേബിളിന്റെ മുകളിൽ കയറിയിരിക്കുകയും അനീഷിന് കൊണ്ട് കൊടുത്തിരിക്കുന്ന ബോട്ടിലുകളും കാര്യങ്ങളും എടുത്ത് തട്ടിമാറ്റി കളയുക, അത് ഞെക്കി ചുളുക്കി കളയുക, അതിൽ ഒന്നും രണ്ടും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇത് ഇന്നലെയും ഇവര് തുടർന്നതാണ്. ആദിലയാണെന്നുണ്ടെങ്കിലും അനീഷിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കുപ്പികളെല്ലാം എടുത്തു കൊണ്ടുപോയി ഞെക്കി കളയുന്നതും അതുപോലെ തന്നെ അതെടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നതും. അതിനുശേഷം പല പ്രശ്നങ്ങളും ഈ പറയുന്നത് പോലെ ആദിലയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹൗസിനുള്ളിലെ ഡ്യൂട്ടിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അനീഷ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ആ ഒരു വാഷിംഗ് ടീമിലാണ് അല്ലെങ്കിൽ വെസൽ ടീമിലാണ് ആദിലയും വന്നിരിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞാൽ ചെല്ലില്ല, അതിനെതിരെ തർക്കുത്തരവും അല്ലെങ്കിൽ അധിക്ഷേപിച്ചു കൊണ്ടുവരിക്കുന്നത് നമ്മൾ ഓരോ ദിവസങ്ങളും കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. രാത്രി സമയങ്ങളിൽ ഉറങ്ങിക്കിടന്നു കഴിയുമ്പോൾ ബോഡി ക്രീം ഒക്കെ എടുത്ത് തേക്കുക മുഖത്തും അതുപോലെ തന്നെ ശരീരത്ത് ഭാഗങ്ങളിലും എല്ലാം. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുവന്നിരിക്കുന്നതുമാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോയും കാര്യങ്ങളും എല്ലാം ഇട്ടതാണ്. ഇന്നിപ്പോൾ ടാസ്കിനുള്ളിൽ ആദിലയും നൂറയും ചേർന്ന് വരെ അനീഷിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. അത് ഫിസിക്കൽ അസാൾട്ടിലൂടെ അനീഷ് തിരിച്ചെന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അതിനെ പുറത്താക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നറിയത്തില്ല. രണ്ടുപേരും എന്താണെന്നുണ്ടെങ്കിലും വളരെ മോശമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദില നല്ല രീതിയിൽ വെറുപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുമുണ്ട്. നൂറയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് പതുങ്ങി നിൽക്കുകയാണ്. പല സമയങ്ങളിലും ഇവരുടെ ആ ഒരു ടോക്സിക് സ്വഭാവം പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രശ്നത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ആദിലിനെ ഓപ്പൺ നോമിനേഷനിൽ അനീഷ് ആദില നടത്തിയ ഡബിൾ സ്റ്റാൻഡുകളും അതുപോലെ തന്നെ ഷാനവാസ് നെവിൻ ഇഷ്യൂസിൽ പലരുടെ അടുത്തും പോയി ചോദിച്ചത്, കുത്തിത്തിരിപ്പ്, അതുപോലെ പലരുടെ അടുത്തും പല കാര്യങ്ങൾ പറഞ്ഞത്, വീട്ടിനുള്ളിൽ മൊത്തത്തിൽ ഒരു കുത്തിത്തിരിപ്പും കാര്യങ്ങളുമായിട്ട് നടന്നതും ലാലേട്ടന്റെ എപ്പിസോഡിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ഒരു വിഷയത്തിൽ നിന്ന് തെന്നി മാറിയെല്ലാം ഷാനവാസിന്റെ തലയിലേക്ക് ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുറന്നു കാണിച്ചുകൊണ്ട് ഓപ്പൺ നോമിനേഷനിൽ പറഞ്ഞതെല്ലാം ഇവർക്ക് നല്ല രീതിയിൽ പ്രൊവോക്ഡ് ആയിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു റിവഞ്ച് എന്ന രീതിയിലാണ് പിന്നീട് വരുന്ന ദിവസങ്ങളിലെല്ലാം ആദിലയാണെന്നുണ്ടെങ്കിലും അനീഷിന്റെ അടുത്ത് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ മൊത്തത്തിലൊരു ടോം ആൻഡ് ജെറി പരിപാടികളെല്ലാം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അടിയും പഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പിരിറ്റിൽ തന്നെ എടുക്കുന്നുണ്ട്. എന്നാൽ അതിലപ്പുറം ഒരു റിവഞ്ച് അല്ലെങ്കിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എല്ലാം നമുക്ക് ആ ഒരു എന്താ പറയുന്ന ഒരു ടോം ആൻഡ് ജെറി കോംബോ വഴക്കുകളൊക്കെ ചുമ്മാ തമാശയ്ക്ക് ഉണ്ടാക്കുന്നതാണ് എന്ന് നമുക്ക് എടുക്കാൻ സാധിക്കത്തില്ല. ആദ്യ സമയങ്ങളിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ ആ ഒരു തമാശയുടെ പേരും പറഞ്ഞ് ഇവര് മനഃപൂർവ്വം വഴക്കുണ്ടാക്കാനും അനീഷിനെ കരിവാരി തേക്കാനും പല ടാസ്കുകളിൽ പോലും അനീഷ് വിൻ ചെയ്യുന്നതിനെ എതിർക്കുന്ന രീതികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ ആ ഒരു ബോട്ടിൽ ടാസ്കിൽ വളരെ എവിഡന്റ് ആയിട്ട് കണ്ടതാണ് പല രീതിയിലും അനീഷിനെ ഇവരെ ഉപദ്രവിക്കുന്നത്. കാരണം ആ ഒരു ടാസ്കിനുള്ളിൽ അനീഷിന്റെ അടുത്ത് പോയിട്ട് അനീഷിന് കിട്ടിയ ബോട്ടിലുകൾ നശിപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ടേബിളിൽ കയറി ഇരിക്കാനോ അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവും ആദിലയെ സംബന്ധിച്ചില്ല. ആദിലയോട് സപ്പോർട്ട് ചെയ്ത് നൂറയും അവിടെ നിന്നുകൊണ്ട് അവിടെ അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്താണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെറുപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നൂറയുടെ ഒരു സപ്പോർട്ട് കൂടി ആദിലയുടെ കൂടി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ലൊരു പ്രേക്ഷക സപ്പോർട്ടുള്ള ഒരാളാണ് അനീഷ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഒരു സപ്പോർട്ട് ആദിലയ്ക്കും നൂറയ്ക്കും ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവർ ഈ അഹങ്കാരം കാണിച്ചു തുടങ്ങുന്നത്. അതുവരെയും പാവം പതുങ്ങി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്ന് എല്ലാവരെയും പതിപ്പിച്ച് ഒരു ന്യൂട്രൽ സേഫ് ഗെയിം ഒക്കെ അടിച്ച് പോന്നിരുന്ന ഇവർ പുറത്തു നിന്നൊരു സപ്പോർട്ടൊക്കെ ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കിയ ആ ഒരു ദിവസം മുതൽ, ആ ഒരു സമയം മുതൽ ഇവർ പയ്യെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് ഇവരുടെ ആ ഒരു ടോക്സിക് സ്വഭാവം പുറത്തേക്ക് കാണിച്ചു തുടങ്ങി. പലരെയും പിന്നെയും കുത്താനും ചതിക്കാനും അതുപോലെ തന്നെ കൂടെ നിന്ന് കാല് വാരാനും എന്ത് സ്റ്റാൻഡുകൾ വേണമെന്നുണ്ടെങ്കിലും ഏത് നിമിഷവും ഇവർ മാറ്റി എടുക്കുന്നുണ്ട്. നൂറയെ സംബന്ധിച്ചൊരു സൈലന്റ് കില്ലറായിട്ട് പുറകെ നിൽക്കുന്നു. ആദിലയാണ് ഫ്രണ്ടിൽ ഇറങ്ങി എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഏത് ഗെയിം സ്ട്രാറ്റജി ആണെന്ന് അറിയത്തില്ല. പുറത്തെ സപ്പോർട്ട് അറിഞ്ഞുകൊണ്ടുള്ള അഹങ്കാരം മാത്രമാണോ ഇത്, അതോ എന്തിനു
ഇതിനു വേണ്ടി അല്ലെങ്കിൽ നൂറയ്ക്ക് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദില മനഃപൂർവ്വം ഒരു ചാവേറാകുന്നതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് രണ്ടുപേർക്കും നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദിലെ സംബന്ധിച്ച് നല്ല രീതിയിൽ വെറുപ്പ് വരുത്തി വെക്കുന്നുണ്ട്, പ്രേക്ഷകരെല്ലാം വെറുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നൂറയ്ക്ക് ഒരു സപ്പോർട്ട് പുറത്തു നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. നൂറയും ആദിലയുടെ ആ ഒരു പാത പിന്തുടർന്ന ആ ടോക്സിക് സ്വഭാവം നല്ല രീതിയിൽ പുറത്തേക്ക് കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഇവരൊരു ടോപ്പ് 5ലേക്ക് ഒരാൾ എത്തുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ നേരത്തെ മുതലേ ഉണ്ടായിരുന്നെങ്കിൽ ഇനി അത് ചിലപ്പോൾ അവിടുന്നൊക്കെ മാറി മേ ബി വരും ആഴ്ചകളിൽ ഒരാൾ എന്താണെന്നുണ്ടെങ്കിലും പുറത്തു പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ബിഗ് ബോസ് പോലും ചിലപ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആദിലെ ചിലപ്പോൾ പുറത്താക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കത്തില്ല. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകർ ഇതേപ്പറ്റി ഒരു അഭിപ്രായം പറയുക. ആദിലയാണെന്നുണ്ടെങ്കിൽ നൂറയാണെന്നുണ്ടെങ്കിൽ നിലവിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാഴ്ചവെക്കുന്ന ഗെയിം സ്ട്രാറ്റജികളും അല്ലെങ്കിൽ അവർ ഈ കാണിക്കുന്ന ഉപദ്രവിക്കുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഉപദ്രവിക്കുന്ന അല്ലെ കുത്തിത്തിരിവുമായിട്ട് നടക്കുന്നത്, അനീഷിനെതിരെ നടത്തുന്ന ഈ ഉപദ്രവങ്ങളും എല്ലാം വളരെ മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എന്താണെങ്കിലും കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.